നമസ്കാരം. ജനപ്രിയ സീരിയലുകളിലൂടെ അതായത് ഉപ്പും മുളകും, ചക്കപ്പഴം, മറിമായം തുടങ്ങിയ പരമ്പരകളിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ബിജു സോപാനവും SP ശ്രീകുമാറിനുമെതിരെ അവരോടൊപ്പം ഉപ്പും മുളകിൽ തന്നെ അഭിനയിച്ചിരുന്ന ഒരു താരം പീഡനത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ശരിക്കും ടെലിവിഷൻ പ്രേക്ഷകർ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. ബിജു സോപാനം എന്നാൽ തിരുവനന്തപുരത്തുകാരനായ, അതായത് കാവാലം നാരായണപ്പണിക്കർ എന്ന നാടക ആചാര്യൻ്റെ നാടക സമിതിയിൽ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച ബിജു തികഞ്ഞ സ്വാഭാവിക അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം ഭാഷ വളരെ ലോജിക്കായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം വളരെ ഭംഗിയായി ആണ് അദ്ദേഹം തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നതും വളരെ സ്വാഭാവികമായ അഭിനയവും കാഴ്ചവെക്കുന്നതും. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ നാടക സമിതിയിൽ നിന്നും ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സിൻ്റെ സിറ്റ്കോമിലൂടെ ജനപ്രിയനായ ഒരു താരമായി മാറുകയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം സീരിയലിൽ അവരോടൊപ്പം അഭിനയിച്ചിരുന്ന ഒരു താരം. ഇതിൽ ബിജു സോപാനമാണോ അതേ ഇനി SP ശ്രീകുമാറാണോ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നൊരു വാർത്തയാണ് വരുന്നത്. ഇവരിൽ ആരാണ് എന്നുള്ളത് ഇനി കേസിന്റെ ജാമ്യവും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ. ഏതായാലും സുരാജ് വെഞ്ഞാറമൂടിന് ശേഷം സ്വാഭാവികമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കൈയടക്കിയ ബിജു സോപാനത്തിനെതിരെ വളരെ ഒരു മോശമായ ആരോപണമാണ് ഈ നടി നൽകിയിരിക്കുന്നത്. ബിജു സോപാനത്തിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സീരിയൽ സംഘടനയായ ആത്മയിൽ പോലും അംഗത്വം എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സിനിമ തന്നെയായിരുന്നു. അദ്ദേഹം വളരെ എടുത്തു പറയത്തക്ക ഒത്തിരി സിനിമകളിൽ, അതായത് മഞ്ജു വാര്യരുടെ സൈറാബാനു എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് നായകനായ കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയിലും ഈ പറയുന്ന ബിജു സോപാനം അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ബിജു സോപാനത്തിനെതിരെ ഇത്തരത്തിൽ ഒരു പരാതി വരുമ്പോൾ ടെലിവിഷൻ പ്രേക്ഷക സമൂഹം ഞെട്ടലോടെയാണ് കാണുന്നത്. പിന്നെ SP ശ്രീകുമാർ എന്ന നടൻ, തിരുവനന്തപുരത്തുകാരനായ SP ശ്രീകുമാർ വളരെ ചെറിയ വേഷങ്ങൾ സിനിമയിലൂടെയാണ് അദ്ദേഹം ചെറിയ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം സിറ്റ്കോമിൽ എത്തുന്നത്. അതായത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വരെ അഭിനയം പഠിച്ച വ്യക്തിയാണ് ശ്രീകുമാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ശ്രീകുമാർ സീരിയലിൽ തന്നോടൊപ്പം തന്നെ അഭിനയിച്ചിരുന്ന സ്നേഹ എന്ന ഒരു താരത്തെയാണ് ഈ അടുത്തിടെയാണ് വിവാഹം കഴിച്ചത്. അപ്പോൾ ഈ കേസ് ഈ പറയുന്ന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ SIT എന്ന ഒരു പോലീസ് അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ SIT എന്ന അന്വേഷണ സംഘം അന്വേഷണത്തിനാണ് ഇത് വന്നിരിക്കുന്നത്. ഈ നടിയാണ് നേരിട്ട് പരാതി കൊടുത്തത്. ഈ നടി ആദ്യം ഫ്ലവേഴ്സിൻ്റെ, അതായത് ചാനൽ അധികൃതരെ തന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നും സീരിയലിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ പറയുന്നതിൽ ബിജു സോപാനമാണോ അതേ SP ശ്രീകുമാറാണോ തന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്, അല്ലെങ്കിൽ വളരെ മോശമായി പെരുമാറി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും ആ സംഭവം പുറത്തു പറയരുതെന്ന് ഇതിൽ രണ്ടുപേരിൽ ഒരാൾ അവരെ വിരട്ടുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ നാം പറയുമ്പോൾ ഈ പറയുന്ന SIT എന്ന അന്വേഷണ സംഘത്തിൽ ഈ പറയുന്ന നടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിന് ബാഹ്യമായ മറ്റ് ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം ഇത്തരത്തിൽ ആദ്യം പരാതി നൽകിയിരുന്ന ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം SITക്ക് മുന്നിൽ പരാതി നൽകി എത്രയോ നടന്മാരെ, ജയസൂര്യ തുടങ്ങി പിന്നെ നിരവധി നെവിൻ പോളി തുടങ്ങിയിട്ടുള്ള താരങ്ങൾക്കെതിരെ ആരോപണം നിരവധി പേർ ഉന്നയിച്ചിരുന്നു. അവരൊക്കെ കുടുംബമായി കഴിയുന്നവരാണ്. അവരെയൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ തേജോവധം ചെയ്ത ഒരു അവസ്ഥ നാം കണ്ടു. എന്നിട്ട് അവർ തന്നെ അവസാനം പരാതി ഇല്ല എന്ന് SITക്ക് മുന്നിൽ പറഞ്ഞു. അപ്പോൾ ഇതിലും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ ഇനി ജാമ്യവും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഇതിൽ ബിജു സോപാനം എന്ന് പറയുന്ന നടൻ ഒരു തികഞ്ഞ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവിയുള്ളൊരു നടനാണ്. എന്നാൽ ഇത്തരത്തിൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് തീർത്തും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു വല്ലാത്ത മാറ്റത്തിലേക്ക് തന്നെ പോകാൻ സാധ്യത, അദ്ദേഹത്തിന് വല്ലാത്ത ഒരു പേരുദോഷത്തിലേക്ക് പോകും. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, തൻ്റെ പോലീസുകാരുടെ മൂക്കിന് താഴെ പിടികിട്ടാപ്പുള്ളിയായി നടന്ന സിദ്ദിഖ്, അതായത് അദ്ദേഹത്തിന് പിടികിട്ടാപ്പുള്ളി എന്ന് പറഞ്ഞ് ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോകുന്നത് വരെയും ഹൈക്കോടതിയെ അറസ്റ്റ് ചെയ്യാൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ട് പോലും ആ പിടിക്കാത്ത SIT എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘമോ, അതായത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ പിണറായിയുടെ പോലീസോ ഇതിന്മേൽ എന്തൊക്കെയാണ് നടത്താൻ. കാര്യം SP ശ്രീകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വളരെ ബന്ധുബലമുണ്ട്. CPM
CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന തലത്തിലും ഒക്കെ ബന്ധമുള്ള നിരവധി ബന്ധുത്വമുണ്ട് ഈ SP ശ്രീകുമാറിന്. ആയതുകൊണ്ട് തന്നെ SP ശ്രീകുമാറും ഈ ബിജു സോപാനവും ഒരു വേള ഇതിൽ നിന്നൊക്കെ വളരെ രക്ഷപ്പെട്ടു പോകാനാണ് സാധ്യത നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. കാര്യം എപ്പോഴും ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും നിൽക്കുന്ന രണ്ട് ട്രാക്കിലും ഓടുന്ന ഒരു സർക്കാരിനെയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെയാണ്, ഒരു പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് ഇനി ഇതിന്റെ ജാമ്യാപേക്ഷയിലേക്ക് പോകുമ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾക്ക് വെറും ഒരു വാർത്തയായി ഇത് പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ആദ്യം ഒരു കൗതുകം, പിന്നീട് ഇത് എന്തായി ഇതിന്റെ മറ്റു വശങ്ങൾ എന്നറിയാനായി എരിവുള്ള ഒരു വാർത്തയായി മാത്രം ഇത് തീർന്നു പോകും എന്ന് നമുക്കൊരു ആശങ്കയുണ്ട്. കാര്യം ഇവരൊക്കെ തന്നെ ഹൈലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ ബിജു സോപാനത്തിനെ സംബന്ധിച്ച് ആണ് എന്നുണ്ടെങ്കിൽ ചാനലിന്റെ ഒരു മുഖമായിരുന്നു, ഫ്ലവേഴ്സ് എന്ന ചാനലിന്റെ ഉപ്പും മുളകും എന്ന പരമ്പരയുടെ ഒരു മുഖമാണ് ഇപ്പോഴും ഈ ബിജു സോപാനം. SP ശ്രീകുമാറിനെ സംബന്ധിച്ച് SP ശ്രീകുമാറും ഇത്തരത്തിൽ ഈ ഉപ്പും മുളകിലും വന്നുപോയി നിന്നിരുന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ എപ്പിസോഡിലും SP ശ്രീകുമാറുണ്ട്. നേരത്തെയും ചക്കപ്പഴം എന്നൊരു പരമ്പര ഈ പറയുന്ന ഫ്ലവേഴ്സിന്റെ ഉണ്ടായിരുന്നു, അതിലും ഒരു നിത്യ സാന്നിധ്യമായിരുന്നു SP ശ്രീകുമാർ. SP ശ്രീകുമാറിന് വളരെ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. SP ശ്രീകുമാറിന്റെ കുടുംബം തിരുവനന്തപുരത്താണ്, അദ്ദേഹത്തിന്റെ ഫാമിലി തന്നെ CPM ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ആയിത്തീരും? വെറും ഒരു എരിവുള്ള അല്ലെങ്കിൽ കേൾക്കാൻ ഇങ്ങനെയൊക്കെ കുറെ വഷളന്മാരുണ്ടല്ലോ എന്ന് സമൂഹം ആദ്യം, ഇവർ രണ്ടുപേരും ഇത്ര വഷളന്മാരാണോ എന്ന് സമൂഹം ആദ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും ഏതായാലും ഇതൊക്കെ എങ്ങനെ ആയിത്തീരും എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. ഏതായാലും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന രീതിയിൽ നിൽക്കുന്ന നമ്മുടെ പോലീസ്, നമ്മുടെ സർക്കാർ ഇതിൽ എന്തൊക്കെ ഇനി കാട്ടിക്കൂട്ടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും SP ശ്രീകുമാറും ബിജു സോപാനവും അഭിനയ രംഗത്ത് മാത്രം കഴിവുള്ളവരല്ല, ഈ രംഗത്തുമൊക്കെ കഴിവുള്ളവരാണ് എന്നുകൂടി പ്രേക്ഷക സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു. നന്ദി, നമസ്കാരം.